നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം അത് യുവാക്കളുടേതാണ് എന്നറിയാം. ബലേന്ദർ ഷാ എന്നൊക്കെ പറയുന്ന റാപ്പർ കൂടിയായിട്ടുള്ള മേയറൊക്കെ കൂടെ ചേർന്ന് അഴിച്ചുവിട്ടതാണ്. റാപ്പർ മേയർ, അതെ, അവരൊക്കെ കൂടെ ചേർന്ന് അഴിച്ചുവിട്ടതാണ്. ഇതിന് പിന്നെ ഡീപ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. ഈ രാജഭരണകാലത്ത് ഇത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവർ അഴിച്ചു വിട്ടത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്, ഈ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇവർ വിചാരിച്ചു, അതായത് ഇത് അഴിച്ചു വിട്ടവരാരാണോ അവർ വിചാരിച്ചെടുത്തുന്ന കാര്യങ്ങൾ മാറി വീണ്ടും ഒരു രാജഭരണത്തിനുള്ള വഴി അവിടെ തുറക്കുന്നില്ലേ? രാജഭരണത്തിലേക്കാണ് അങ്ങനെ ഉടനെ അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷെ ആ ഒരു അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, അതിൽ ജ്ഞാനേന്ദ്ര ഷാ എന്ന് പറയുന്ന ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, രാജ കുടുംബത്തിലെ ആള്. ഈ 24 മണിക്കൂറത്തെ അക്രമ സമരം കൊണ്ട് പ്രധാനമന്ത്രി രാജിവെച്ചു പോകുന്നു. എന്താ പറയുന്ന ഭരണകൂടം, പ്രധാനമന്ത്രി ഒഴിഞ്ഞിട്ടും ഭരണകൂടം വീണിട്ടും അക്രമം അവിടെ നിൽക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ഒരു 24 മണിക്കൂർ കൊണ്ട് അവിടെ നടക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് അവിശ്വസനീയമാണ്. കാരണം നമ്മൾ ഇൻസൈഡ് ജോബ് എന്നും കൂടെ പറയും. അതായത് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തകർന്നു വീഴുന്നത്, നമ്മൾ ഇവിടെ മരടിലും മറ്റും ഫ്ലാറ്റ് പൊളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ എങ്ങനെയാണ് ഓരോ നിലയിലും ഓരോ പില്ലറിലും ഒരു ബോംബ് അവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഷടയെന്ന് പറഞ്ഞ് താഴ്പോവും. അതുപോലെ അതിന് സമാനമായിട്ടാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പോയത്. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, പ്ലെയിൻ ഇടിച്ചാൽ ഉണ്ടാകുന്ന ഒരു രീതിയിലല്ല ആ ഒരു കെട്ടിടം പോയത്, ഇങ്ങനെ ഒരു തകർന്നു. പിന്നീട് അതിനെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ മൊത്തം തീ പിടിച്ചു കഴിഞ്ഞു, അങ്ങനെ ഒരു അവസാന ഘട്ടത്തിലാണ് അങ്ങനെ കെട്ടിടം തകർന്നു വീണത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അത് ഇൻസൈഡ് ജോബ് എന്ന് പലരും പറയാറുണ്ട്. അത് ഈ പറയുന്നത് മിക്കവാറും ഇവർ തന്നെയാണ്, ആര്, മീഡിയ ഫൺ ആൾക്കാരൊക്കെയാണ് പറയുന്നത്, ഇൻസൈഡ്. അപ്പം അവരാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇവരുടെ സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ എന്താ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്, അതിലൊക്കെ ഇത്തരത്തിലുള്ളത് ഇൻസൈഡ് ജോബാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു ഇൻസൈഡ് ജോബാണോ നേപ്പാൾ ഭരണകൂടം വീണത്? അതായത് ഈ പ്രക്ഷോഭമൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറം ഈ പ്രക്ഷോഭമൊക്കെ നമ്മുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയാണ്, മനസ്സിലായ? ഈ അവിടെ അതിൽ 31 പേര് മരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവിടെ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ പലതരം ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എന്നാലും പ്രധാനമന്ത്രി ഒഴിഞ്ഞിട്ടും ഈ അവിടെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അവിടെ തുടരുന്നുണ്ട്. അടുത്തത് ആര് എന്നുള്ള രീതിയിൽ, അടുത്ത തലവൻ, രാഷ്ട്രത്തലവൻ ആര് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഈ ക്രിമിനലുകളൊക്കെ ജയിലിൽ ചാടുന്നൊരവസ്ഥയുണ്ട് അവിടെ. അതുപോലെ അവർക്കെതിരെ പോലീസ് വെടിവെപ്പ് നടത്തുന്നു. എത്രയോ ഏകദേശം 22ഓളം ജില്ലകളിലെ ജയിലിൽ നിന്നാണ് ഈ ജയിൽ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ക്രിമിനൽ പുറത്ത് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി, കൊടും ക്രിമിനലുകളായിരിക്കും അതിൽ. ഈ പറയുന്ന ഗോവിന്ദചാമിയെ പോലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇവരുടെ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. നേപ്പാളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കർഫ്യൂ ആണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പലയിടങ്ങളിലും അക്രമം നിയന്ത്രിക്കാൻ സൈന്യവും പട്ടാളവും ഒക്കെ പെടാപ്പാട് വിടുകയാണ് അവിടെ. അപ്പോൾ സ്ഥാനം ഒഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് പകരം ഭരണകൂടത്തിന് മറ്റാരെ ഈ ഭരണം ഏൽപ്പിക്കുമെന്നുള്ള അവർ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. സൈന്യമാണ് തൽക്കാലം ഇപ്പോൾ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു താൽക്കാലിക ഒരു രീതി എന്നുള്ളത് മാത്രമേ അങ്ങനെ സാധ്യമാവുകയുള്ളൂ. പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെയും ഒരു സമവായത്തിലെത്താൻ അവിടെ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻ രാജാവ്, അതായത് 2008 നമുക്കറിയാം നേപ്പാളിലെ രാജഭരണം അവസാനിച്ചത്. ആ ഒരു സമയത്തുണ്ടായിരുന്ന രാജാവാണ് ജ്ഞാനേന്ദ്ര ഷാ. ഇപ്പോൾ ഒരു പ്രസ്താവനയുമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ യുവാക്കളുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമാണല്ലോ. രാജ്യത്തെ സർക്കാരുകളുടെ ഈ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, രാജ്യത്തെ സർക്കാരുകളുടെ കൊള്ളരുതായ്മകൾക്കെതിരെ ഒക്കെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, അല്ലാതെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക, അവരെ ബുള്ളറ്റ് കൊണ്ട് നേരിടുക, ഇതൊന്നും തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 31ഓളം ആളുകളാണ് ഇതുവരെ ഈ പ്രക്ഷോഭത്തിൽ മരിച്ചത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇതൊന്നും ശരിയായ കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നത്, അരക്ഷിതാവസ്ഥയുണ്ട് രാജ്യത്ത്. അപ്പോൾ ഈ അരക്ഷിതാവസ്ഥ വിദേശ ശക്തികൾ മുതലെടുക്കരുത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് ഉടൻ തന്നെ ഒരു ഭരണ സംവിധാനം നിലവിൽ വരേണ്ടത് ആവശ്യമാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ രാജഭരണം തിരികെ വരുമോ എന്ന ചോദ്യം ഇതുകൊണ്ടാണ് പലരും ഉന്നയിക്കുന്നത്.
ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. പല സാമൂഹിക മാധ്യമങ്ങളിലും അവിടുത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. രാജഭരണം തിരിച്ചു വരട്ടെ, അതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഈ പറയുന്ന രാജഭരണം തിരികെ വരുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുവാനായിട്ട് ഉള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. എന്തായാലും നേപ്പാളിൻ്റെ ചരിത്രത്തിൽ ഈ പറയുന്ന രാജഭരണ കാലഘട്ടം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അതിലേറ്റവും ചരിത്രത്തിനെ മാറ്റി കുറിച്ചൊരു വർഷമായിരുന്നു, നേപ്പാളിൻ്റെ ചരിത്രത്തിനെ മാറ്റി കുറിച്ചൊരു വർഷമായിരുന്നു 2001 എന്നുള്ളത്. ചോരക്കര പടർന്ന ഒരു വർഷമായിരുന്നു നേപ്പാളിൻ്റെ ചരിത്രത്തിൽ. അതായത് 2001 സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ, നേപ്പാളിലെ നാരായൺ ഹിതി എന്ന് പറയുന്ന രാജകൊട്ടാരം, അവിടെ ആ രാജകൊട്ടാരത്തിൽ നേപ്പാളിലെ അന്നത്തെ യുവരാജാവായിട്ടുള്ള ഒരാൾ, എന്താണ് അന്നത്തെ യുവരാജാവ് എന്ന് പറയാം, അവൻ, ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ പയ്യൻ, രാജാവ്, അവിടുത്തെ രാജാവ്, രാജ്ഞി, അതോടൊപ്പം തന്നെ രാജാവിൻ്റെ ബന്ധുക്കൾ, യുവരാജാവിൻ്റെ സഹോദരന്മാർ, ഇവരെല്ലാം വെടിവെച്ച് കൊന്നു ഇദ്ദേഹം യുവരാജാവ്. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനുശേഷം ഇദ്ദേഹം സ്വയം ആത്മഹത്യ, അതായത് സ്വയം വെടിവെച്ച് മരിക്കും. അപ്പോൾ ഇദ്ദേഹം ഇതിനാണ് നേപ്പാൾ പാലസ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ ഒരു രാജവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇദ്ദേഹം കൊന്നൊടുക്കി 10 പേരാണ് ആ വെടിവെപ്പിൽ മരിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് എല്ലാവരെയും കൊന്നതിന് ശേഷം ഇദ്ദേഹവും സ്വയം വെടിയുതിർത്തു. പക്ഷേ 2 ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം രാജകുടുംബത്തിൽ ശേഷിക്കുന്ന മുതിർന്ന അംഗമാണ് ഈ പറയുന്ന ജ്ഞാനേന്ദ്ര ഷായെ ഇയാൾക്ക് കൊന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം, നമ്മൾ ഈ മഹാഭാരതവും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഒരു ശകുനി കഥാപാത്രം ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന, ചെറിയ പ്രായം മുതലേ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ തൻ്റെ കുടുംബത്തിനെ പറ്റി വളരെ മോശപ്പെട്ട ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ ഈ യുവരാജാവിന് ഇദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ പറഞ്ഞു കൊടുക്കും. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ പിന്നണിയിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ അതായത് സ്വയം വെടിവെച്ച് മരിക്കുന്നുണ്ട്. അപ്പോൾ അത് അധികാരത്തിന് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം രാജകുടുംബത്തിലൊക്കെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കാറുണ്ട്. നമ്മളൊക്കെ പുരുകം ചുളിച്ചുകൊണ്ട് നോക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ ഈ പറയുന്ന ഈ ബ്രിട്ടനിലെ രാജകുടുംബത്തിൽ തന്നെ സഹോദരി വിവാഹമൊക്കെ നടക്കാറുണ്ട്, സ്വത്ത് കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ രാജകുടുംബങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വളരെ ഓക്വേർഡായിട്ടുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും കുടുംബത്തിലെ രഹസ്യങ്ങൾ ഈ ചെറുപ്പക്കാരന് ഇല്ലാത്തൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഉള്ള കാര്യമായിരിക്കാം. പക്ഷേ ഇദ്ദേഹം ജ്ഞാനേന്ദ്ര ഷാ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരു ആംഗിൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്വയം നമുക്ക് തോന്നില്ലേ, നമുക്കൊരു ഇപ്പം ഹിറ്റ്ലറിന് ജൂതന്മാരെല്ലാം ഇതാണെന്ന് തോന്നുന്നത് പോലെ അവനവൻ്റെ കുലത്തിനോട് തോന്നുന്ന ആലോചിച്ച് നോക്കാം, ആ ഒരു വെറുപ്പ്. അങ്ങനെ ഇതായിരിക്കാം അവിടെ സംഭവിച്ചത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ജ്ഞാനേന്ദ്ര ഷായെ സംശയത്തിൻ്റെ നേരിലാക്കുന്നുണ്ട്. ഇതിനും തെളിവുകളൊന്നുമില്ല, ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. എന്തായാലും ആ ജ്ഞാനേന്ദ്ര ഷായാണ് ഇപ്പോൾ വന്ന് ഇവിടെ അഭിപ്രായം പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നേപ്പാളിൻ്റെ ഒരു ചരിത്രം തന്നെ ആടി ഉലയാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഈ സംഭവം കാരണം ഉണ്ടായത്. രാജഭരണത്തിൻ്റെ അവസാനത്തിലേക്കാണോ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ മാറിയത്. 2005 മറ്റൊരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു. 2005 അതുവരെ നേപ്പാളിൽ നിലനിന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു രാജഭരണമാണെങ്കിലും ഭരണഘടനയുണ്ട്, പാർലമെൻറ്റുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അതിന് മുകളിൽ ഒരു രാജാവുമുണ്ട് എന്നതായിരുന്നു. 2005 ഇദ്ദേഹം ഒരു മണ്ടത്തരം കാണിച്ചു. അതായത് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. അധികാരം മൊത്തം അദ്ദേഹം കൈയടക്കുകയും ചെയ്തു. ഇതവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. അങ്ങനെ ഇദ്ദേഹം 2006 പാർലമെന്റ് പുനഃസ്ഥാപിച്ചപ്പോൾ പാർലമെന്റ് ഇദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കി. അങ്ങനെയാണ് അവിടെ രാജഭരണം ഇല്ലാതാകുന്നത്. പിന്നീട് നമുക്കറിയാം അവിടെ നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക്കാക്കി അവർ മാറ്റി. ഇദ്ദേഹം ഇപ്പോൾ ഒരു സാധാരണ പൗരനാണ്, നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാർ ഇന്ത്യയിലുള്ള പോലെ. എന്തായാലും 2008 അവസാനിച്ച രാജഭരണം അതിനുശേഷം ഇപ്പോൾ ജനാധിപത്യ ഭരണം വരുന്നു. പക്ഷെ ജനാധിപത്യത്തിലുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? 2008 മുതൽ 2025 17 വർഷത്തെ ആയുസേ ഉള്ളൂ അവിടുത്തെ ജനാധിപത്യത്തിന്. അപ്പോൾ അതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കൂ, എത്ര വർഷമായി? 75 വർഷത്തിന് മേളിലായി. അപ്പോൾ അവർക്ക് ഇത് തോന്നുന്നു ഈ പരിപാടി ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. ജനാധിപത്യം ശരിയാവില്ല, കാരണം 17 വർഷമായിട്ടുള്ളൂ, അത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ അവർക്ക് രാജഭരണം പോരായിരുന്നു, അതല്ലേ കുറച്ചും കൂടെ പ്രൂവൺ ആയിട്ടുള്ള എന്നവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ രാജഭരണം വേണമെന്നുള്ള രീതിയിൽ 1/3 നേപ്പാളിലെ 3 വ്യക്തികളോട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വ്യക്തി രാജഭരണം വേണമെന്ന് പറയുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഇത് വെച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന രാജഭരണത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രാജഭരണം എന്ന് പറയുന്നത് രാജാവ് ആണെങ്കിൽ മാത്രമേ രാജഭരണം നല്ലതാവുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, കിം ജോങ് ഉണ്ണിനെ പോലത്തെ ഒരു രാജാവ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ആലോചിച്ചു, കിം ജോങ് ഉണ്ണൊന്നും പോകണ്ട,
നമ്മുടെ പിണറായി വിജയനെ തന്നെ എടുക്കുക. അതായത് കറുത്ത മാസ്ക് ധരിക്കാൻ പാടില്ല, കറുത്ത ഷർട്ട് ധരിക്കാൻ പാടില്ല, ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ജനാധിപത്യ വ്യവസ്ഥ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം നാളെ രാജാവായിരുന്നാൽ എന്തൊക്കെയായിരിക്കും പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതായത് പരമാധികാരം കിട്ടിയാൽ എന്തൊക്കെ പറയുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ രാജഭരണത്തിനേക്കാൾ എപ്പോഴും നല്ലത് ജനാധിപത്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.